ബിരിയാണി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം വെച്ചേക്കാണ്, നോക്കിയിട്ടാണ് അരി തന്നെ. ഇതിപ്പോൾ 4 ഗ്ലാസ് അരിയാണുള്ളത്. കഴുകിയിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇടാണ് വേഗം വേണ്ടി. പിന്നെ ചിക്കനൊക്കെ മസാല പരട്ടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് സവാളൊക്കെ വഴറ്റിയിട്ട് കിട്ടാൻ മതി. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ്. കഴിഞ്ഞിട്ട് ഇറച്ചി വെന്ത് കഴിയുമ്പോൾ അരിക്കിടാം. ഇറച്ചി പകുതി ആവുമ്പോൾ അടുത്തായിട്ട് ഇടാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി. വെളുത്തുള്ളി ഇഞ്ചി ഏകദേശം മൂത്തു വരുന്നുണ്ട്. അതിൻ്റെ സ്മെല്ലൊക്കെ അതിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി സവാള ഇടാം. മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, 4 സ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി മിക്സ് ചെയ്ത് സെർവ് ചെയ്യും. തക്കാളിയിലാണ്. ചിക്കൻ 1 കിലോ ചിക്കനാണ്. മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയൊക്കെ സെറ്റ് വെച്ചതാണ്. ഇതിപ്പോൾ ചിക്കൻ പകുതി വേവായിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറ് അരി നമ്മൾ പകുതി വേവായിട്ട് എടുക്കാം. അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വേവാൻ നിൽക്കുകയാണ് ചോദിക്കുക. അതിലിടാൻ പോവാണ്. നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്കുള്ള പരിപാടി. ഫൈനലി നമ്മുടെ ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. ചിക്കൻ ബിരിയാണി അത് നമ്മൾ എടുത്തിട്ട് കഴിക്കാനുള്ള പരിപാടിയാണ്. നമ്മളധികം ഇതൊന്നും ചെയ്തിട്ടില്ല. സിമ്പിളായിട്ടൊരു ബിരിയാണിയാണ്. ക്ഷീണം ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മലയാളം എങ്ങനെയുണ്ട് ബിരിയാണി? എങ്ങനെയുണ്ട് ബിരിയാണി? സൂപ്പറാണ്. എവിടെയാ ഞങ്ങൾ ഇപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹൈക്കിങ്ങിന് പോവാണ്.